ഈ ഒരു വീഡിയോ എടുക്കാനുണ്ടല്ലോ കുറേ നേരമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കിടക്കും. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ സാറ്റർഡേ ആയിരുന്നു. മക്കൾസിനെല്ലാം സ്കൂൾ അവധിയാണ്, അങ്ങനെയെല്ലാം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുക, ഞാൻ ഹസ്ബൻഡും. അന്നേരം എൻ്റെ മൂത്ത മോള് നിയ, അവൾ 5th സ്റ്റാൻഡേർഡിലാണ്. അവർക്ക് പഠിക്കാനുള്ളതാണ് ഫിനാൻഷ്യൽ ലിറ്ററസി. ഓക്കെ, അപ്പം ഞാൻ ഈ ടോപ്പിക്ക് ഇതിപ്പം 5th ആഡ് ചെയ്ത ഒരു സബ്ജക്റ്റ് കേട്ടോ. അപ്പം ഞാൻ രമ്യയോട് പറയുകയും ചെയ്തു, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി സഹിതം പഠിക്കാനുണ്ടോ, അതും 5th സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവള് വന്നേച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, മമ്മ അപ്പം നിങ്ങളെങ്ങനെ മണി സേവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ അപ്പം ഇങ്ങനെ ചോദിക്കണേ. അപ്പം ഞാൻ നീയോട് ചോദിച്ചു, നിയമോളെങ്ങനെ സേവ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയുക, അവൾ എനിക്ക് എക്സാമ്പിൾ പറഞ്ഞു വെച്ചിട്ടാണ് പറഞ്ഞു തന്നത്. അതായത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മ എനിക്കൊരു 50 റിയാൽ എനിക്ക് തരികയാണെങ്കിൽ ആ 50 റിയാലിൽ പുള്ളിക്കാരി 10 റിയാൽ അവൾ സേവ് ചെയ്യും അത്രേ. പിന്നെ ഒരു 15 റിയാൽ അവൾ ഇൻവെസ്റ്റ് ചെയ്യും, അതായത് എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യും. അതായത് നമ്മളിപ്പം ബാങ്കിൽ മന്ത്ലി ഡിഡക്റ്റ് ആവുന്ന രീതിയിൽ അങ്ങനെ മാറ്റത്തില്ലേ, അങ്ങനെ ചെയ്യുന്നു. അതായത് ടോട്ടൽ 25 റിയാൽ മമ്മ ഞാൻ സേവ് ചെയ്തു. ബാക്കി റിമൈനിങ് 25 റിയാൽ എൻ്റെ ഡെയിലി ലൈഫ് തിങ്സിനും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യണം. ഞാൻ ചോദിച്ചു, 25 റിയാലൊക്കെ കൊണ്ടിട്ട് നമുക്ക് 1 മന്ത് ഒക്കെ ജീവിക്കാൻ പറ്റുമോ? അപ്പം നിയമങ്ങൾ പറയാം, മമ്മ നമ്മളുടെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയായിരുന്നാലും മാനേജ് ചെയ്യത്തില്ലേ എന്ന് ചോദിച്ചു. കാരണം ഞങ്ങളിങ്ങനെ ടോക്കിങ് കാര്യങ്ങളിലെല്ലാത്തിനും പിള്ളേരെയും കൂടി ഉൾപ്പെടുത്താറുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉള്ളതും ഇല്ലാത്തതും എല്ലാം അവർ അറിയണമല്ലോ. അപ്പോൾ ഉള്ളതിനടുത്തോട്ട് നമ്മൾ ഈ ക്യാഷ് ഉള്ളപ്പം നല്ല ലാവിഷായിട്ടും ക്യാഷ് ഉള്ളപ്പം ഇല്ലാത്തപ്പം അതിനനുസരിച്ചിട്ട് ആക്കാറില്ലേ. സോ അതുകൊണ്ട് ഞാനത് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിലൊരു മെയിൻ പോയിന്റ് ഉണ്ട്. അതായത് 25 റിയാൽ ചിലവാക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഉണ്ടല്ലോ. അപ്പോൾ അവൾ പറയുക, എനിക്ക് അത്രയും അത്യാവശ്യമുള്ള കാര്യങ്ങളും എനിക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് അതിൽ ഞാൻ വേണമെങ്കിലും അമ്മ ഒരു 5 റിയാലാണെങ്കിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കണ്ടു, ടോട്ടലി ഒരു 1 മന്ത് ഞാനൊരു 30 റിയാൽ എൻ്റെ കയ്യിൽ സേവിങ്സ് ആയിട്ട് വെച്ചു എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു, ഓ മൈ ഗോഡ്, ഇപ്പോഴത്തെ പിള്ളേർക്ക് അതായത് അവരെ IQ അതിനനുസരിച്ചിട്ട് ഡെവലപ്ഡ് ആണ്. അവർ അത്രത്തോളം എല്ലാത്തിനെ കുറിച്ചിട്ടും കാര്യവിവരം എല്ലാം ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, എനിക്ക് ഫിനാൻഷ്യൽ ലിറ്ററസിനെ കുറിച്ചിട്ട് ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നല്ലോ. അതായത് നമുക്ക് ആ ഒരു ഏൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ചിട്ടൊരു ഐഡിയ ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എത്ര സേവ് ചെയ്യായിരുന്നു. ശരിയാട്ടോ, നമ്മൾ സേവിങ് സ്റ്റാർട്ട് ചെയ്യാത്ത ആരെങ്കിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് സേവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ.